സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചായ മനസ ചീര കൊണ്ട് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. വളരെയധികം ഗുണങ്ങളുള്ള ഒരു ചീരയാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ മിക്ക വീടുകളിലും ചായ മനസ വെച്ച് പിടിപ്പിക്കാറുണ്ട്. കാരണം അത്രയേറെ ഗുണങ്ങളുള്ള ഒരു ചീരയാണ് ഇത്. ഈ ചീരയ്ക്ക് ചായ മനസ, മായൻ ചീര, ഷുഗർ ചീര എന്നിങ്ങനെ പല പേരുകളും പല നാടുകളിൽ പറയുന്നുണ്ട്. എന്താണേലും വളരെയധികം ഗുണങ്ങളുള്ള ഒരു ചീരയാണിത്. വെരിക്കോസ് വെയിൻ അസുഖത്തെ തടയുന്നു, കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു, ഷുഗർ കുറയ്ക്കുന്നു എന്നിങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ ചീരയ്ക്ക്. ഈ ചീരയുടെ തളിരിലയാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ തണ്ടുകളെല്ലാം മാറ്റി ഇല മാത്രമേ നുള്ളിയെടുക്കുന്നുള്ളൂ. ഇല മാത്രം എടുത്ത് നല്ലവണ്ണം കഴുകി ഒരു കിഴുത്ത പാത്രത്തിൽ വെള്ളം പോകാൻ വെച്ചിട്ടുണ്ട്. ഈ ഇല ഇനിയും 2-3 കഷ്ണങ്ങളായിട്ട് കീറിയിട്ട് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ചായ മനസയുടെ ഒരു കമ്പ് കൊണ്ട് നമ്മൾ വീട്ടിൽ കുഴിച്ച് വെച്ചിരുന്നാൽ അതിന് വലിയ പരിചരണമൊന്നും കൊടുക്കണ്ട. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ അത് നല്ലവണ്ണം കിളുത്ത് വരും. അതിൽ നിന്ന് നമുക്ക് ആഴ്ച തോരനുള്ള ഇല കിട്ടുകയും ചെയ്യും. ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്കുള്ള ഇല നല്ലവണ്ണം അതിൽ നിന്ന് കിട്ടും. ഇന്ന് നമ്മൾ തോരന് അതിൽ നിന്ന് ഇല പറിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും അതുപോലെ തന്നെ പൊട്ടിക്കിളിർത്ത് നല്ല തളിർത്ത ഇലയുമായിട്ട് നിൽക്കും. ഇലകളെല്ലാം ചെറുതായിട്ട് നമുക്ക് മുഴുവൻ അരിഞ്ഞെടുക്കാം. ഇനി ഈ തോരനിലേക്ക് ചേർക്കാനായിട്ട് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് 1.5 പിടി തേങ്ങ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യമായ 4 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു 8 വെളുത്തുള്ളി അല്ലിയും 5-8 കഷ്ണം ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് മുറിച്ചിട്ടതും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും ചേർത്ത് കൊടുത്തതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കാം. ഇതെല്ലാം ഒന്ന് തവി കൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചായ മനസ ചീര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം മിക്സാക്കി അതിനകത്തെ വെള്ളം ഒന്ന് വറ്റുന്നിടം വരെ അടച്ച് വെക്കാതെ നമുക്ക് വേവിച്ചെടുക്കാം. ഈ ചീരയ്ക്ക് ഒരു 20-25 മിനിറ്റോളം വേവുള്ളതാണ്. അതുകൊണ്ട് നല്ലവണ്ണം വേവിച്ച് ഈ ചീര കഴിക്കാവൂ. നമ്മൾ ചീര ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കാണുമല്ലോ. ആ വെള്ളം പറ്റുന്നിടം വരെ 5 മിനിറ്റ് തുറന്ന് വെച്ച് ആ വെള്ളം വറ്റിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഈ ചീര വെന്ത് കിട്ടത്തുള്ളൂ. മിക്കവർക്കും ഈ ചീരയ്ക്ക് ഇത്രയും വേവുണ്ടെന്ന് അറിയത്തില്ല. അവർ സാധാരണ ചീര തോരൻ വെക്കുന്ന പോലെ തന്നെ കടുക് താളിച്ച് അതിലേക്കിട്ട് വഴറ്റി തേങ്ങാപ്പീരയൊക്കെ ചേർത്ത് തോരൻ പോലെ എടുക്കും. പക്ഷേ അങ്ങനത്തെ തോരൻ കഴിച്ചാൽ അത് വയറ്റിനകത്ത് വേദനയും അങ്ങനെയൊക്കെ നമുക്കെടുക്കും. അതേസമയം ഇതുപോലെ വെള്ളം ചേർത്ത് നമ്മൾ വേവിച്ചെടുത്ത ഒരു പ്രശ്നവുമില്ല, നല്ല ടേസ്റ്റുള്ള തോരനുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് ഇത് വേവിച്ച് തന്നെ എടുക്കണം. ഇനി അടച്ച് വെച്ച് നമുക്ക് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് അടപ്പ് മാറ്റി 2-3 പ്രാവശ്യം നമ്മൾ ഇളക്കി കൊടുക്കണേ. ഇപ്പം നല്ലവണ്ണം വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ ഞാൻ കുറച്ച് ചക്കക്കുരു കുക്കറിൽ വേവിച്ച് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്. അതും കൂടി ഇട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് ഇത് ചേർക്കണമെന്നില്ല, ഞാനിത് കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് അങ്ങനെ ചേർത്തെന്നേ ഉള്ളൂ.
എല്ലാം കൂടി നല്ലവണ്ണം മിക്സാക്കി അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റും കൂടി ആവി കയറ്റി തേങ്ങയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്തും കൂടി കൊടുക്കണേ. ഇനി നല്ലവണ്ണം ഇളക്കി നമുക്ക് അടച്ചു വെക്കാം. 3-4 മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി നമുക്ക് ഇത് ഒന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. ഈ ഇല കൊണ്ടുള്ള തോരൻ നിങ്ങൾ കൂട്ടിയിട്ടില്ലെങ്കിൽ ഇതൊന്ന് വെച്ച് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. ടേസ്റ്റ് മാത്രമല്ല അതുപോലെ തന്നെ ഒത്തിരി ഗുണങ്ങളും ഉള്ള ഒരു ചീരയാണ് ചായാമൻസ ചീര. നിങ്ങളെല്ലാവരും ഈ ചീരയുടെ ഒരു ചെടിയെങ്കിലും വീട്ടിൽ നട്ടുപിടിപ്പിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ.